നമസ്കാരം, ഞാൻ ശാക്തയെ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മഹാശനീശ്വരൻ്റെ 2025 രാശിമാറ്റത്തെ സംഭവിച്ചിട്ടുള്ള ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാൽ ശനീശ്വരൻ മാറുന്നതിനെ ആശ്രയിച്ചാണ്. ഇതെങ്ങനെയാണ് മേടക്കൂറുകാരുടെയാണ് നമ്മളിന്ന് പറയുന്നത്. മേടക്കൂറുകാരായിട്ടുള്ള നക്ഷത്രയാത്രയ്ക്ക് ഇതെങ്ങനെയാണ് അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2025, 2026, 2027 വർഷങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. മഹാശനീശ്വര രാശിമാറ്റം 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനീശ്വരൻ രാശി മാറും. ഈ രാശിമാറ്റം കൊണ്ട് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശം കണക്കനുസരിച്ച് 2027 സെപ്റ്റംബർ മാസം വരെയുള്ള 2.5 വർഷ കാലയളവിനുള്ളിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രയാത്രയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, 1-ാം പാദ നക്ഷത്രയാത്രയ്ക്ക് ശനീശ്വരൻ്റെ ഈ രാശിമാറ്റം 12-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 12-ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, 1-ാം പാദ നക്ഷത്രയാത്രയ്ക്ക് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ 7.5 ശനിക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 7.5 ശനിക്കാലം എന്ന് പറയുന്നത് 7 വർഷക്കാലമാണ്. അതിലാദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് 12-ലെ ശനി. 12-ലെ ശനി 2.5 വർഷം, അതിനുശേഷം ജന്മശനി 2.5 വർഷം, അത് കഴിഞ്ഞ് വീണ്ടും 2-ലെ ശനി 2.5 വർഷം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു 7.5 ശനിയുടെ കാലഘട്ടം വരുന്നത്. അത് നിലവിൽ 12-ലെ ശനിയാണ്. 7.5 ശനി ആരംഭിച്ചിരിക്കുന്നത്. ഈ 7.5 ശനി ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയും സാമ്പത്തികമായിട്ടുള്ള ചിലവുകളും ദുർച്ചിലവുകളുമാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടുന്ന ഫലങ്ങൾ. സാമ്പത്തിക കടബാധ്യതകളെ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിക്കാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ തീർക്കണം, എത്രയും വേഗം തീർക്കണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസുകളോ അറിയിപ്പുകളോ ലഭിക്കാനിടയുണ്ട്. ഭൂമി വിൽപ്പന നടന്നു മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽക്കുക, വീട് വിൽക്കുക, വാഹനം വിൽക്കുക തുടങ്ങിയിട്ടുള്ള വിൽപ്പന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളും ഇതിനോടുകൂടെ ചേർത്ത് വായിക്കാവുന്നതാണ്. കുടുംബപരമായിട്ടുള്ള പല വിഷയങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു കലഹമയമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടോ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൂടെ കൊടുക്കേണ്ടതാണ്. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാഹസിക പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള യാത്രകളും മറ്റും ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കാൽവഴുതി വീഴുവാനോ മറിഞ്ഞ് വീഴുവാനോ ഒക്കെ ഉള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ഗുണം ചെയ്തു കഴിഞ്ഞാൽ ദോഷകാരിയായിട്ട് മാറുന്ന അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. ഓരോരുത്തരുടെയും അധീനതയിലുള്ള ഭൂമി അല്ലെങ്കിൽ ശമ്പള സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ പണയപ്പെടുത്തിക്കൊണ്ട് മറ്റാർക്കെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുന്നത് പോലെയുള്ള നടപടികളും ഈ കാലഘട്ടത്തിൽ അത്ര ഗുണകരമല്ല. അവയിൽ നിന്നൊക്കെ തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ 7.5 ശനി കാലഘട്ടം എന്നല്ല, ശനിദോഷ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 35 വയസ്സിന് മുൻപ് ഉള്ള കാലഘട്ടം. അത് 35 വയസ്സിന് മുൻപുള്ളവരെ ആയിരിക്കും 7.5 ശനി അല്ലെങ്കിൽ ശനിദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പോൾ മറ്റുള്ള പ്രായക്കാരെ ബാധിക്കത്തില്ല എന്നല്ല അർത്ഥം. കാരണം ആദ്യമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ശനിദോഷം കൊണ്ട് കടന്നു വരുമ്പോൾ അതിൽ പകച്ചു പോകുന്ന ഒരു അനുഭവമായിരിക്കും 35 വയസ്സിന് മേൽ പ്രായമുള്ളവർ. 35 വയസ്സ് കുറവ് പ്രായമുള്ളവർ, 35 വയസ്സിന് മേൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിൽ 7.5 ശനി മുൻപ് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെയാണ് വരാനിടയുള്ളതെന്നൊരു ഊഹം ഉണ്ടായി. അത് വന്നാൽ തന്നെ കഴിഞ്ഞു പോയ കാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി.
അപ്പോൾ സാധാരണഗതിയിൽ ശനിദോഷം കൂടുതലായിട്ട് ബാധിക്കുന്നത് 35 വയസ്സ് വരെയുള്ളവരെയാണ്. അവർക്ക് ജീവിതത്തിൽ ആദ്യത്തെ ശനിയാണെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, നിലവിലുള്ള ജോലി ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു പിടിവാശിയുടെ പുറത്ത് ഇട്ടെറിഞ്ഞിട്ട് മറ്റൊരു ജോലി തേടി നടക്കേണ്ടി വരിക, വളരെയേറെ ഐക്യത്തോടു കൂടെ ഇരിക്കുന്ന ദമ്പതികൾക്കിടയിൽ ഏതെങ്കിലും നിസ്സാര പ്രശ്നങ്ങളെ സംബന്ധിച്ച് കലഹമുണ്ടാവുക, കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് പോലും തർക്കങ്ങളും വിതർക്കങ്ങളും വരികയും അവ പിടിച്ചു വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക, രഹസ്യ സ്വഭാവമുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരിക, വിവാഹ വിഷയത്തിലാണെങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരിക, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമെങ്കിലും അവയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് തന്നെ സഹായം ലഭ്യമാക്കി കാര്യങ്ങൾ നടത്താമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിലധികം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ലഭ്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാനിടയുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലാണെങ്കിലും കുറച്ച് ക്ഷമാശീലം, മുൻകോപരഹിതമായ ഒരു സമീപന ശൈലി ഇവയൊക്കെ ഉണ്ടാകണം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വർദ്ധിക്കുകയും അലസത വർദ്ധിക്കുകയൊക്കെ ചെയ്യാനിടയുണ്ട്. ഒന്ന് വിട്ട് മാറുമ്പോൾ അടുത്ത് വന്ന രീതിയിൽ ജലദോഷം വരാം, ജലദോഷം മാറുമ്പോൾ നീരുവീഴ്ച വരാം, നീരുവീഴ്ച മാറുമ്പോഴത്തേക്കും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം വരാം, വെരിക്കോസിൻ്റെ വെയിൻ്റെ പ്രശ്നം തീരുമ്പോഴത്തേക്കും വീണ്ടും ചുമ വരാം. ഇങ്ങനെ ഒന്നിടവിട്ട് ചെറിയ ചെറിയ നിസ്സാര രോഗങ്ങളല്ലട്ടോ. പക്ഷേ ആ നിസ്സാര രോഗങ്ങളാണെങ്കിലും അത് ഒരു വ്യക്തിയുടെ ഊർജ്ജസ്വലതയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അലസത വരാനുള്ള സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള കുറുക്കുവഴികൾ തേടരുത്. അതൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കും. അപ്പം ഏകദേശനിക്കാലം എന്ന് കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനയാത്രയിലൊക്കെ വളരെയേറെ ജാഗ്രത വേണം. അമിത വേഗത ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നത് പോലെയുള്ള ടാബ്ലറ്റുകൾ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ വാഹനം ഓടിക്കാതിരിക്കുക. ഉയരങ്ങളിൽ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ ഒരു ജാഗ്രത പാലിക്കുക. കുടുംബത്തിലുള്ളവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് വളരെയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിനോട് ഒരു തന്മയത്വത്തോടുകൂടെ ശാന്തമായി പ്രതികരിക്കുക. ഇങ്ങനെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന ഒരു നിയന്ത്രണം സ്വമേധയാ ഏർപ്പാടാക്കിയാൽ ശനിദോഷം വലിയ രീതിയിൽ ബാധിക്കുന്നതല്ല. എല്ലാ നക്ഷത്രജാതർക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഏഴരശനി, അഷ്ടമശനി, ജന്മശനി എന്നൊക്കെ പറഞ്ഞ് ശനിദോഷം ബാധിക്കാറുണ്ട്. ശനിദോഷം ബാധിക്കുന്നത് ഒരിക്കലും നമ്മളെ നശിപ്പിച്ച് കളയാനല്ല, മറിച്ച് സ്വർണം തീയിലിട്ടുരുക്കി എങ്ങനെയാണോ തങ്കമാക്കി മാറ്റുന്നത് അതുപോലെ നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മളുടെ ആത്മാവിനെ, നമ്മളുടെ ജീവിതത്തെ സംശുദ്ധമാക്കി തീർക്കാനാണ്. നമ്മളിലുള്ള മാലിന്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിദോഷ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകും. ശനിദോഷകാലത്ത് ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, അസ്തമയ ശേഷം ശാസ്താവിന ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക, കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി അന്നം ദാനം ചെയ്യുക, വികലാംഗരായിട്ടുള്ള ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവർക്ക് നീല കമ്പിളി വസ്ത്രം ദാനം ചെയ്യുക, ശനിയാഴ്ച ദിവസം രാത്രികാലങ്ങളിൽ ദേഹശുദ്ധി വരുത്തേണ്ട ജലത്തിൽ അഞ്ചനക്കല്ലിട്ട് തിളപ്പിച്ചാറിയ ജലം കൊണ്ട് ദേഹശുദ്ധി വരുത്തുന്നതും ശനിദോഷ പരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുന്നതാണ്. പ്രാർത്ഥന പ്രധാനമായിട്ട് നമ്മൾ പിന്തുടരുക. ഒരു കാരണവശാലും പ്രാർത്ഥനയിൽ നിന്നും മാറിപ്പോകരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ലഹരി പദാർത്ഥങ്ങൾ, മാംസാദി ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഉപേക്ഷിക്കുക. ലഹരി പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ജീവിതത്തിനുമൊക്കെ നല്ലത്. ആ ഒരു തലത്തിൽ ചിന്തിച്ചുകൊണ്ടൊരു ശനിയാഴ്ച ദിവസമെങ്കിലും നമ്മളൊരു നൊയമ്പിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ, ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ശനിദോഷം എന്ന് പറയുന്നത് നമ്മളെ വലിയ കൊല്ലാക്കൊല ചെയ്യില്ല. ഏകദേശം നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചിന്താമാലിന്യങ്ങളെയും നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടായിട്ടുള്ള പാപങ്ങളെയും ഒക്കെ നീക്കി നമ്മളെ സംശുദ്ധനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ശനീശ്വരൻ നമ്മളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഈ കാലയളവിൽ കഴിയുന്നത്ര നമ്മൾ നല്ല നടപ്പിലൂടെ പോവുകയാണെങ്കിൽ ശനിയെ പേടിക്കേണ്ട കാര്യമല്ല. കാരണം കള്ളന്മാർ ഭയക്കുന്നത് പോലീസിനെ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കള്ളന്മാരല്ല, അല്ലെങ്കിൽ തസ്കര സ്വഭാവമുള്ളവരല്ല,
അതുകൊണ്ട് തന്നെ ശനീശ്വരനെ ഭയക്കേണ്ടുന്ന കാര്യമില്ല. ശനീശ്വരൻ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ വളരെയേറെ മാറി വളരെ നന്മയുള്ളവരായി മാറുക എന്ന രീതിയിൽ തന്നെ നിന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.